ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് വിഷ്വൽ മീഡിയ എന്നാണ്. ഞാൻ ഒരു ടെലിവിഷൻ ചാനലിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു ഹോസ്റ്റ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഒരുപക്ഷെ എൻ്റെ ലാംഗ്വേജ് സ്കിൽസ് ഒന്നും പോരായിരുന്നു ആ ചാനലിൽ. അങ്ങനെയാണ് ഞാൻ റേഡിയോയിലേക്ക് പോയത്, വേൾഡിലെ ഫസ്റ്റ് മലയാളം FM റേഡിയോ സ്റ്റേഷൻ. അപ്പോൾ എനിക്ക് മുൻപ് വന്ന ഒരാളെയും എനിക്ക് കണ്ട് ഇങ്ങനെ ആയിരിക്കണം റേഡിയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ഒരു സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തതും. അതിപ്പോൾ 10 വർഷത്തോളമായിട്ട് ഫോളോ ചെയ്യുന്നു. ആൾക്കാർക്ക് പരിചയമാണ് എൻ്റെ ശബ്ദം ഇഷ്ടമുണ്ടോ അല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു. ഇപ്പോൾ 10 വർഷമായില്ലേ, അപ്പം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്ത് ജോലിയും നമ്മളൊരു സർട്ടൻ പീരീഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനൊരു ചേഞ്ച് വേണമല്ലോ. സോ പ്രോബബ്ലി ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് സംസാരിക്കുന്നത് സിനിമയെക്കുറിച്ചാണ്. ഞാൻ സിനിമയിലെ നല്ല സോങ്സിനെ കുറിച്ച്, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് സിനിമ വിശേഷങ്ങൾ അറിയാം, ഇനി വരുന്ന പ്രോജക്ട്സ് അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകാൻ ഒരു അവസരം, അതും ഒരു വലിയ അവസരം വന്നപ്പോഴേക്കും ഏതൊരു ബുദ്ധിയുള്ള പെൺകുട്ടിയെ പോലെ ഞാനും വിചാരിച്ചു ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അത്രേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇപ്പോൾ പുറകോട്ട് പോയി പിന്നെ മുന്നോട്ട് വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ഡാൻസ് കളിച്ച് നിൽക്കുവാണ്. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിം കുഞ്ഞനന്തൻ്റെ കടയുടെ ഷൂട്ടിങ്ങിന് ശേഷം ഞാൻ തിരിച്ചു പോയി. അവിടെ വീണ്ടും ഞാൻ പഴയ പോലെ തന്നെ എല്ലാവരുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ പിന്നെ രണ്ടാമത്തെ മൂവി ഇപ്പോൾ ചെയ്തു. എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു പോയി. ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്കിന് വീണ്ടും വന്നു, വീണ്ടും ഞാൻ തിരിച്ചു പോകും. റേഡിയോ എനിക്ക് ഇതുവരെ ബോറടിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷേ അഫ്കോഴ്സ് യെസ്, പറഞ്ഞതുപോലെ ഒരു വലിയ സ്റ്റെപ്പാണ്. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു, പിന്നീട് ഞാൻ അവിടുന്ന് സിനിമയിലെത്തി. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ സ്റ്റെപ്പിൽ നിന്ന് ഇടയ്ക്ക് താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു സുഖമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും റേഡിയോ അവിടെ എന്നെ ഞാനായിട്ട് തന്നെയാണ് എൻ്റെ ലിസണേഴ്സ് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, എന്നെ ഇഷ്ടപ്പെടുന്നതും. സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളോട് ഞാൻ ജസ്റ്റിസ് കാണിക്കുകയാണെങ്കിൽ മാത്രം ഒരുപക്ഷെ അവരെന്നെ ഇഷ്ടപ്പെട്ടേക്കാം. പക്ഷെ എന്നെ ഞാനായി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ മുന്നിൽ നിൽക്കാനാണ് എനിക്ക് എപ്പോഴും ആഗ്രഹം. സോ ആ പ്രൊഫഷൻ ഞാൻ ഒരിക്കലും വിട്ട് കളയില്ല. ബട്ട് ആസ് ഓഫ് നൗ ഞാൻ മൂവീസ് എൻജോയ് ചെയ്യുന്നുമുണ്ട്. അതല്ല ആദ്യം പറഞ്ഞത്, ഒരുപക്ഷെ കേരളത്തിലുള്ള ആൾക്കാരെക്കാൾ കൂടുതൽ സിനിമ അടുത്തറിയുകയും ഫോളോ ചെയ്യും അതിൻ്റെ ഒരു ഭയങ്കര വലിയ ഫാൻസാണ് ഞങ്ങളെല്ലാവരും. ഇവിടെ ഒരു സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ ആ സംവിധായകരെ വിളിക്കുകയും അതിൻ്റെ വിശേഷങ്ങൾ അവിടെയുള്ള മലയാളികളോട് സംസാരിക്കുകയും ചെയ്യും. ഓണം ഒരുപക്ഷെ ഇവിടത്തേക്കാൾ കൂടുതൽ ഗംഭീരമായി ആഘോഷിക്കുന്നത് പ്രവാസികളാണ്, അവിടുത്തെ മലയാളികളാണ്. അപ്പോൾ എന്തുകൊണ്ട് നോക്കിയാലും ഒരുപക്ഷെ കേരളീയത ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുന്നത് ഒരുപക്ഷെ കേരളം വിട്ടു നിൽക്കുന്നത് നമ്മളെപ്പോലുള്ളവരായിരിക്കും. പിന്നെ സംവിധായകൻ എൻ്റെ അടുത്തേക്ക് വന്നത് ഒരുപക്ഷെ ഇവിടെ ആരെയും കാണാത്തത് കൊണ്ടൊന്നും അല്ല, പ്രോബ്ലി എൻ്റെ ഡെസ്റ്റിനിയിൽ അങ്ങനെ എന്തോ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ സിനിമയുടെ ഒരു ഭാഗമാകണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡെസ്റ്റിനിയിൽ വിശ്വസിക്കണു, അല്ലാതെ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്നതൊന്നുമല്ല. എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. എനിക്കത് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ പോലും ഫസ്റ്റ് ഓഫ് ഓൾ അത് ക്യാരക്ടറായി മാറാൻ, നാടനായിട്ട് മാറാനൊന്നുമില്ല. ഞാനൊരു എൻ്റെ ഒരു ടിൽ I was 20 ഞാൻ കേരളത്തിലാണ് പഠിച്ച് വളർന്നതൊക്കെ. ഇവിടുത്തെ കോളേജിൽ പോയി, ഇവിടുത്തെ സ്കൂളിൽ പോയി. എൻ്റെ അപ്പൂപ്പനെയും അമ്മുമ്മയും എൻ്റെ അമ്മാവനും അമ്മായിയും അമ്മയും എല്ലാം ചേരുന്ന ഒരു വലിയ കുടുംബത്തിൽ സാധാരണക്കാരിയായിട്ട് ജീവിച്ചിരുന്ന ഞാൻ ദുബായിൽ പോകുമ്പോൾ ഓബ്വിയസ്ലി ഞാൻ വർക്ക് ചെയ്യുന്നത് ഫിലിപ്പീനോസ്, ഇറാനിയൻസ്, ഇംഗ്ലീഷുകാരും അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മാറി നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കുറച്ചൊന്ന് മോഡേണൈസ്ഡ് ആയിട്ടുണ്ടാവാം. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ വളരെ നാടൻ ഒരു പെൺകുട്ടിയാണ്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും കഴിക്കുന്നതും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണ്, കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിലും. അപ്പോൾ ഞാൻ അങ്ങനെ ഒരുപാട് ഒരു കേരളീയത മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് വാസ് ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇത്രയും വലിയൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു. അഭിനയിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പം അത് തിയേറ്ററിൽ ഇറങ്ങി ഇപ്പോഴും അറിയില്ല, അഭിനയിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അവരായിരുന്നു എൻ്റെ ഫസ്റ്റ്. എനിക്കൊരു പക്ഷേ ഞാൻ ഈ മൂവി അഭിനയിച്ച് ഞാൻ തിരിച്ചു വന്നു. ഞാൻ മൂവി അഭിനയിക്കുന്ന സമയത്തൊന്നും എൻ്റെ സംവിധായകൻ്റെ അടുത്തുനിന്ന് ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്നോ അല്ലെങ്കിൽ അദ്ദേഹം പ്രതീക്ഷിച്ചതിൻ്റെ അത്രയും എനിക്ക് ഇമോട്ട് ചെയ്യാൻ സാധിച്ചു എന്നോ എനിക്ക് അറിയാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും സ്ഥായിയായ ഒരേ എക്സ്പ്രഷനാണ്, വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കും എപ്പോഴും. അപ്പം ഞാൻ സിനിമയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല എങ്ങനെയുണ്ട്. ഞാൻ ഭയങ്കര എക്സ്പീരിയൻസ് റസൂൽ പൂക്കുട്ടി സാറിനെ കുറിച്ചും മധു സാറിനെ കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചും സലീമുക്കയെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലാതെ ഞാൻ എന്ത് അഭിനയിച്ചത് ഞാൻ ആരോട് പറയില്ല. കാരണം അപ്പോഴും എനിക്ക് വിശ്വാസമില്ലായിരുന്നു ഞാൻ നന്നായി അഭിനയിച്ചു എന്ന്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് എഡിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സലീംക്ക എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ സിനിമയിൽ ചിത്തിരെ കാണാൻ സാധിച്ചു, നിങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ അതിനുശേഷം മധു സാറും പറഞ്ഞു നന്നായി ചെയ്തിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ റസൂൽക്ക് അദ്ദേഹം ട്വീറ്റും ചെയ്തു അദ്ദേഹത്തിന് എൻ്റെ അഭിനയമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന്. മമ്മൂക്കയും പറഞ്ഞു, മമ്മൂക്കയുടെ വൈഫിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇപ്പം അവരുടെ അടുത്തുനിന്ന് കിട്ടിയ
ഒരു ഫീഡ്ബാക്കിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പം. പ്രേക്ഷകരൊന്നും ഇപ്പം എന്നെ ഇവിടെ തിരിച്ചറിഞ്ഞ് തുടങ്ങിയില്ല. അപ്പോൾ അവരുടെ അടുത്തൊന്നും എനിക്ക് ഫീഡ്ബാക്സ് ഒന്നും കിട്ടിയില്ല. ദുബായിൽ മൂവി റിലീസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും പ്രേക്ഷകരിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുക. ഇപ്പം ഇവരുടെ അടുത്ത് നിന്ന് ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന പ്രോഡക്റ്റിന് ഞാൻ ജസ്റ്റിസ് ചെയ്തു എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. അല്ല, ഇവിടെ ഇപ്പം ഞാനാണല്ലോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ. അപ്പോൾ എനിക്ക് പൊതുവേ സ്പീഡ് കൂടുതലാണ്. എനിക്ക് എൻ്റെ സ്പീഡിൽ സംസാരിക്കാത്ത ആൾക്കാരോട് തന്നെ ഞാൻ സംസാരിക്കാറില്ല. എൻ്റെ സ്പീഡിൽ ചിന്തിക്കുകയും എൻ്റെ സ്പീഡിൽ സംസാരിക്കുകയും എൻ്റെ സ്പീഡിൽ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെയൊക്കെ ഞാൻ കമ്പനി ആവാറുള്ളൂ. അത് ഭയങ്കര ഞാനിപ്പോൾ മോളിൽ നടക്കുകയാണെങ്കിൽ ഏറ്റവും മുന്നിൽ എൻ്റെ ഫാമിലി പുറകെയായിരിക്കും. ഞാൻ ആദ്യം പോകും. കാരണം എനിക്ക് സ്പീഡ് ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ കഥാപാത്രത്തിനൊരു സ്പീഡുണ്ടല്ലോ. ഈ സിനിമയ്ക്ക് മൊത്തത്തിലൊരു സ്പീഡ് അങ്ങനെയായിരുന്നു. ഷൂട്ട് ചെയ്യുന്ന സമയത്തും മധു സാറിൻ്റെ ലൈറ്റിംഗ് വളരെ സ്ലോ ആണ്. സിനിമയുടെ ഡയലോഗ്സ് ഒക്കെ സമയം എടുത്ത് പറയണം. മമ്മൂക്ക അഭിനയിക്കുന്നതൊക്കെ ആദ്യത്തെ കുറേ ദിവസം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ധൃതി പിടിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, സമയമുണ്ട്. സ്പീഡാക്കണമെങ്കിൽ പറയുമല്ലോ, കൂടുതലാക്കണമെങ്കിൽ പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്കും ആ ക്യാരക്ടറിൻ്റെ സ്പീഡ് പ്രോബ്ലം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ലൈഫിൽ എനിക്ക് സ്പീഡ് കൂടുതലാണ്. ശരിയാണ്. അത് പ്രോബബ്ലി ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളൊക്കെ വരുമ്പോൾ തന്നെ ദേ ആർ ഇൻ ദെയർ 20s 25 ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ റീമ അവരൊക്കെ ലൈഫിൽ കുറച്ചൊരു സ്വന്തം കാലിലൊക്കെ നിന്ന് തുടങ്ങിയ സമയത്താണ് റീമയൊക്കെ വന്നു തുടങ്ങിയത്. അത് ഫ്യൂ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും പ്രോബബ്ലി എല്ലാവരും കല്യാണം കഴിക്കുമായിരിക്കും. പിന്നെ അവരുടെ പ്രയോറിറ്റീസ് മാറും. അവർക്ക് ഓബ്വിയസ്ലി കല്യാണം കഴിക്കുമ്പോഴേക്കും ഫാമിലിയിലേക്ക് അവരുടെ അറ്റൻഷൻ കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് ഒരുപക്ഷെ തിരിച്ചു വരുമ്പോഴേക്കും ഒരുപക്ഷെ ഇവിടുത്തെ സംവിധായകർ അവരെ വീണ്ടും പഴയ രീതിയിലുള്ള റോൾസ് ഒന്നും കൊടുക്കാത്തത് കൊണ്ടാകാം. എൻ്റെ അഭിപ്രായത്തിൽ ഐ തിങ്ക് ഒരു സ്ത്രീ കംപ്ലീറ്റ് ആവുന്ന അവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ, അതായത് അവർക്ക് ചിന്തിക്കാനും അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ സൗന്ദര്യവും ഒക്കെ നന്നായി വരുന്നത് അവർ 30s വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ബോളിവുഡ് എല്ലാ ലീഡിങ് ആക്ട്രസസും അവരുടെ 30s. അപ്പോൾ ഇവിടെ 30 ആകുമ്പോഴത്തേക്ക് എല്ലാവരും കല്യാണം കഴിച്ചു പോകുന്നു. ചിലപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ തടി വയ്ക്കുമായിരിക്കും. ദേ വുഡ് ഗ്രോ ഔട്ട് ഓഫ് ദ ഫ്രെയിം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഐ ബിലീവ് ദാറ്റ് I think I looked the most beautiful when I jumped into my 30. So I think that is the same case with every woman I meet. 30-ൽ വരുന്നപ്പോഴാണ് ഐശ്വര്യ റായിനെ കാണാൻ ഏറ്റവും ഭംഗിയായിരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. So I don't know.